ഇവിടെ കാലഭൈരവ കർമ്മം ചെയ്യുന്നുണ്ട്. ഇത് വെറുതെ ഒരു കർമ്മം ചെയ്യുകയല്ല. ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ആ 14 ദിവസം കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു ശാസ്ത്രമുണ്ട്. എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല കാര്യം, നന്നായി ജീവിച്ച് നന്നായി മരിക്കണം. അതാണ് പ്രധാന കാര്യം. ഒരാൾ മരിച്ച് മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് പോകുന്നതിനു മുൻപ് ഗുരു സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ചെയ്യുമോ? എപ്പോഴാണ് പോകുന്നത്? നിങ്ങൾ ഡേറ്റ് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യാം. ഒരു മനുഷ്യൻ ശരീരം വിട്ടുപോയതിനു ശേഷവും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആദ്യമായി 11 ദിവസം മുതൽ 14 ദിവസം വരെ ജീവൻ പതുക്കെ പുറത്തേക്ക് പോകുന്നു. അതിൻ്റെ രൂപം അപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. ശരീരം കത്തിച്ചു കളഞ്ഞാൽ പോലും ആ സൂക്ഷ്മരൂപം, ഊർജ്ജരൂപം അങ്ങനെ തന്നെ ഉണ്ടാകും. അത് പൂർണ്ണമായി വിട്ടുപോകാൻ 11 മുതൽ 14 ദിവസം വരെ എടുക്കും. ഒരു മൃതദേഹം നിങ്ങൾ അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുടി വളരുമെന്ന് നിങ്ങൾക്കറിയാമോ? നഖവും മുടിയുമൊക്കെ വളരും. ഒറ്റ ദിവസം വെച്ചാൽ പോലും മുടി വളരും. ആൾ മരിച്ചു കഴിഞ്ഞു, എങ്കിലും മുടി വളരുന്നു, നഖം വളരുന്നു. എന്തുകൊണ്ടെന്നാൽ വ്യാനപ്രാണൻ ശരീരം വിട്ടുപോകാൻ ഏകദേശം 14 ദിവസങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ആദ്യത്തെ 14 ദിവസം പലതും ചെയ്യുന്നത്. ഇന്ന് അതെല്ലാം വെറും ചടങ്ങായി മാറി. ഇതൊരു ശാസ്ത്രമാണ്. ജീവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന ആഴത്തിലുള്ള ഒരു ശാസ്ത്രമാണിത്. ഇത് തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ ആരും കൂടെ നിൽക്കുന്നില്ലല്ലോ. ഇവിടെ കാലഭൈരവ കർമ്മം നടക്കുന്നുണ്ട്. ഇത് വെറുതെ ഒരു കർമ്മം ചെയ്യുകയല്ല. ആ 14 ദിവസം കൊണ്ട് ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ പ്രധാനമാണ്. പക്ഷെ ഇന്ന് നമുക്ക് ആ ചിന്ത തന്നെ നഷ്ടപ്പെട്ടു. 48 ദിവസം വരെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ആരോഗ്യമുണ്ടായിട്ടും അപ്രതീക്ഷിതമായി മരണപ്പെട്ടവരുടെ കാര്യമാണെങ്കിൽ 90 ദിവസം വരെ അവർക്ക് ഗുണകരമായ പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ സംസ്കാരത്തിൽ ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. സംഭവിച്ചത് എന്തെന്നാൽ ആ ശാസ്ത്രം ഒരു ചടങ്ങായും കച്ചവടമായും മാറി. അതിലെ സാങ്കേതികത പോയി, അത് വെറും തൊഴിലായി മാറി. അത് കച്ചവടമായപ്പോൾ പല വൃത്തികെട്ട കാര്യങ്ങളും നടക്കുന്നു. വീട്ടിലാരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ചെരുപ്പും കുടയുമൊക്കെ വാങ്ങാൻ പറയും. ശരീരം വിട്ടുപോയ ആൾക്ക് എന്തിനാണ് ചെരുപ്പ്? ശരീരം ഉപേക്ഷിച്ചവന് എന്തിനാണ് ചെരുപ്പ്? അയാൾക്ക് ചെരുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചോദിച്ചാൽ ശരിയായ അളവിലുള്ളത് വാങ്ങിക്കൊടുക്കാമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുത്തശ്ശൻ്റെ അളവ് ഇത്രയാണ്, ഇവൻ്റെ അളവ് വേറെയാണ്. ഇത്ര ചെരുപ്പ് കിട്ടിയാൽ ഇവൻ എന്ത് ചെയ്യും? അവസാനം പാതി വിലയ്ക്ക് ഇതെല്ലാം വിൽക്കേണ്ടി വരും. ഇതെല്ലാം കച്ചവടമായി മാറി. ഈ ശാസ്ത്രം വീണ്ടും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേർ ഒപ്പം നിന്നാൽ നമുക്കിത് പഠിപ്പിക്കാം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതാകും. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു 4 പേരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഒരല്പമെങ്കിലും അറിവുള്ള 4 പേര് പോലും ഉണ്ടാവില്ല. ഈ 4 പേരും കൂടി പോയാൽ എല്ലാം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അജ്ഞതയിൽ ജീവിക്കുന്നത് വലിയ കാര്യമാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ ശരീരം വിട്ടുപോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അവന് ശരീരമുള്ളപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ശരീരത്തോടൊപ്പം തീരുമാനമെടുക്കാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് എനിക്കിതിഷ്ടമാണ്, അതിഷ്ടമല്ല, അങ്ങനെ പല പരിമിതികളുണ്ട്. ശരീരം വിട്ടുപോകുമ്പോൾ ആ മനസ്സും പോയി, ശരീരവും പോയി. ഇപ്പോൾ അവിടെ ഒരു എതിർപ്പുമില്ല. എന്തിനേയും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇതൊരു ഗുരുവിന് നല്ലതല്ലേ? പക്ഷെ തീയതി നിങ്ങൾ പറയില്ലല്ലോ. തീയതി ഒന്ന് പറഞ്ഞാൽ എനിക്കത്രയും സന്തോഷം. കാരണം ഇത്ര കഷ്ടപ്പെട്ട് ധ്യാനമൊന്നും പഠിപ്പിക്കണ്ടല്ലോ, എളുപ്പം കാര്യം നടക്കും. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, ഒരിക്കൽ ഇവിടെ വന്നിരുന്നാൽ ഇത് അവസാനത്തെ ജന്മമായിരിക്കും. ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും നാളെ നിങ്ങൾ പോകും.
എന്തായാലും നാളെ നിങ്ങൾ പോകും. എൻ്റെ ശരീരം പോയാലും ശരി, ഞാൻ പോയി കഴിഞ്ഞാലും ഒരു 80 വർഷത്തേക്ക് ആരുണ്ടായാലും അവർക്കുള്ളതെല്ലാം ഞാൻ ശരിയാക്കും. ഇനി നിങ്ങൾ യോഗ ചെയ്ത് അതിലും കൂടുതൽ ജീവിച്ചാൽ അതൊരു ചെറിയ പ്രശ്നമാണ്. ഞാൻ പോയ ശേഷം 80 വർഷത്തിലധികം നിങ്ങൾ ജീവിച്ചാൽ അതൊരു ചെറിയ പ്രശ്നമാണ്. പക്ഷെ 80 വർഷത്തിനുള്ളിൽ നിങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോകില്ലേ? ഞാൻ പോയി 80 വർഷം കഴിഞ്ഞും നിങ്ങൾ ഇവിടെ ഉണ്ടാകുമോ? അങ്ങനെയുള്ള യോഗയൊന്നും ഞാൻ പഠിപ്പിക്കില്ല. ഇത് അല്ല, ആയുസ് നീട്ടാനുള്ള വേറെ യോഗയുണ്ട്, ആയുർ ദൈർഘ്യം കൂട്ടാൻ. പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല. ഉള്ള കാലം ആരോഗ്യത്തോടെ പൂർണ്ണതയോടെ ഒരു ഉയർന്ന ഒരു ജീവിതം നയിച്ച് കടന്നു പോകണം. സമയം വരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോകണം. അങ്ങനെ പോകുമോ ഇല്ലയോ? സമയമാകുമ്പോൾ തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോകണം. ജീവിക്കുമ്പോൾ പൂർണ്ണമായി ജീവിക്കുക, പോകേണ്ട സമയം വരുമ്പോൾ അങ്ങ് പോകണം. വെറുതെ വലിച്ചു നീട്ടുന്നത് എന്തിനാണ്? അങ്ങനെ ആയുസ് വലിച്ചു നീട്ടാനുള്ള വേറെ പല യോഗയുണ്ട്. എനിക്ക് അങ്ങനെയൊരു ഉദ്ദേശമില്ല. ആരും അകാലത്തിൽ മരിക്കരുത്. പക്ഷെ സമയം വരുമ്പോൾ നിങ്ങളെല്ലാവരും മരിക്കണം. അതിൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഉയർന്ന നിലയിലായിരിക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. എത്ര വൈകി മരിക്കുന്നു എന്നതിലല്ല കാര്യം. ഉയർന്ന നിലയിൽ ജീവിച്ച് ഉയർന്ന നിലയിൽ മരിക്കണം. അതാണ് പ്രധാനം.